എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആ വലിയ മൗണ്ടനിൽ നിന്നുള്ള ചുരം ഇറങ്ങി താഴെത്തി. ഇപ്പോൾ ആ മൊണാസ്ട്രിയുടെ അവിടെ ആ ലൊക്കേഷനിൽ എത്തിക്കുകയാണ്. ഇപ്പം നമ്മൾ അങ്ങോട്ട് നടക്കാൻ പോവാണ്. ഹലോ, അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം യാത്ര കഴിഞ്ഞ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ കുറേ മലയടിവാരങ്ങളൊക്കെ കാണാം. വീണ്ടും മൊണാസ്ട്രിയാണ്. എങ്ങനെയാണെന്നറിയില്ല, കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. എങ്ങനെയാവും അറിയില്ല, കയറാൻ പറ്റുമെന്നൊക്കെ നോക്കാം. നമുക്ക് ചക്കിക്ക് പേടിയുണ്ടോ കയറാൻ? ഇല്ലേ? ഇല്ല. അച്ഛ അവിടെ പോയി, അച്ഛ ഷൂസ് ഇടാൻ പോയതാണ്. സ്പോർട്സ് ഷൂ ഒക്കെ ഇടണമെന്നാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ അപ്രോപ്രിയേറ്റ് ക്ലോത്തിങ്. ഇവളുമാരെ കയറ്റുമെന്നറിയില്ല. മൊണാസ്ട്രിയാണ്, നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വന്നോ? ഇവിടെ എഴുതിയിട്ടുണ്ട് ഇറ്റ്സ് ക്ലോസ്ഡ് ഫ്രം 1 to 5. പിന്നെ അത് കഴിയുമ്പം 5 തൊട്ട് 7 വരെ വീണ്ടും ഓപ്പൺ ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം. 1 മണി വരെ ടിക്കറ്റ് കിട്ടത്തുള്ളൂ, അല്ലെ പിന്നെ ലേറ്റായി പോവാ. ചേർട്ടെ ചക്കി, നമുക്ക് അങ്ങോട്ട് പോകാം. ഹലോ, അമ്മൂമ്മ പാവ ഇവിടെ മടുത്തിട്ടിരിക്കുകയാണ്. വീണാലോ ഞാൻ. ലോക്ക് ചെയ്തോ കയറ്. മൊത്തം പോണ വഴി എടുക്കണ്ട. 1 മണി വരെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളൂ. ലെറ്റ്സ് ഗോ. ടിക്കറ്റ് ഒന്നും ഇല്ല, പിന്നെ ഫ്രീ ആണ്. അല്ല എൻട്രി ഇവരെ കയറ്റുമോ? അപ്രോപ്രിയേറ്റ് ക്ലോത്തിങ്. സോ ശ്രേയക്ക് ഇങ്ങനത്തെ സ്ഥലത്ത് പോകാൻ ഇഷ്ടമുണ്ടെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സ്ഥലത്ത് പോകാൻ ഇഷ്ടമുള്ളത്? Because I really like nature. നേച്ചർ, Mountains and trees. മൗണ്ടൻസ്, പൂക്കള് അല്ലേ, Yeah. എല്ലാം ഉണ്ട് ഇവിടെ. നമ്മൾ മുകളിലാണ് കാർ പാർക്ക് ചെയ്തിട്ട് വന്നത്. പക്ഷെ ഇവിടെയും ഒരു പാർക്കിംഗ് കാണുന്നുണ്ട്. സോ കുറച്ചുകൂടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെയാണ് വന്നിരിക്കുന്നത്. മൊനാസ്ട്രി ഓഫ് അയോസ് ലോണിസ് പ്രോഡ്രോമോസ് എന്നാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. നല്ല ക്ലിഫാണ്. ക്ലിഫിൻ്റെ സൈഡിലാണ് അവർ ആ മൊണാസ്ട്രി പണിത് വെച്ചിരിക്കുന്നത്. കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി നടക്കാനുണ്ട് കേട്ടോ. ഇച്ചിരി ആ സൈഡിലായിട്ട് ഗോജിൻ്റെ ഭാഗം കാണാം. പക്ഷേ നല്ല സുഖമാണ് ഇതിലൂടെ നടക്കാൻ. നല്ല തണുപ്പ്. പുറത്ത് ടെമ്പറേച്ചർ 20 ഡിഗ്രിയോ 22 ഡിഗ്രിയോ കണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല സുഖമുണ്ട്. ചൂടില്ല, അധികം തണുപ്പില്ല. താഴെ കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്. നമ്മൾ വന്ന വഴിയിലെ ഒരുപാട് ആൾക്കാരെയൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ ആരും കാണത്തില്ല എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴും നിറയെ കാറുകളും ആൾക്കാരും ഒക്കെ ഉള്ളൊരു സ്ഥലമായിട്ട് മാറി. നമ്മൾ വന്ന വഴി ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരുപാട് കാറുകളൊന്നും നമ്മൾ കണ്ടില്ലായിരുന്നു. ഒരുപാട് താഴോട്ടിറങ്ങി പോകാനുണ്ട് കേട്ടോ. ഇനി ഒരുപാട് താഴോട്ടിറങ്ങി പോകാനുണ്ട്. താഴെ ഇറങ്ങി പോയിട്ട് എനിക്കൊന്ന് സ്റ്റെപ്പ് കയറി മുകളിൽ പോകണം. ആ ഗോജിൻ്റെ സൈഡിൽ പോകണം. അങ്ങനെയാണ് അതിൻ്റെ സംഭവം. വാവ്, ഇവിടെ നിന്നുള്ള വ്യൂസ് അമേസിംഗ് ആണ്. വ്യൂസ് ഇതൊക്കെ ആരുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയ ആണെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് വന്നിട്ട് കാടിൻ്റെ നടുവിൽ ഒരു റോഡും വെട്ടി അവിടെ ഒരു മൊണാസ്ട്രി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആരുടെ ഐഡിയ ആണോ അത്?
സഖ്യൻ്റെ കയ്യെ പിടിച്ച് കൊണ്ടുപോകാം. ഇവിടെ ഒരാൾക്ക് മാത്രം കടന്നു പോകത്തക്ക രീതിയിൽ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ആനിമൽസൊക്കെ കടന്നു പോയിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം, അറിയില്ല എന്താണ് അതിൻ്റെ ഒരു പർപ്പസ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇതെത്ര കുഴിയിലാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് തന്നെ നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. നമ്മളിത് വീഡിയോയിൽ മൊത്തം ചുരം ഇറങ്ങി വരണത് ഫിൽം ചെയ്ത് കഴിഞ്ഞാൽ അത് ബോറിംഗ് ആവും പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കാണിച്ചത്. പക്ഷേ ഇത് ഒരു ചെങ്കുത്തായ മൗണ്ടൻ്റെ, ഒരു ചെങ്കുത്തായ മലയുടെ ഏറ്റവും അടിവാരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ മൊത്തം മല ചുറ്റി താഴെ വരെ എത്തി ചുരം ഇറങ്ങി വന്നു. എന്നിട്ട് ഇവിടെയാണ് ആ സംഭവം അവർ നിർമ്മിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ടിരുന്ന തല ഇത് ആരുടെ തലയിൽ തോന്നി എന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ ഒരു കൗതുകം തോന്നുന്നുണ്ട്. ഇവിടെ 1:30 മണിക്ക് അടയ്ക്കും കേട്ടോ. 1:30 മണിക്കാണ് ഇവിടെ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പോകണം. ചെങ്കുത്തായ പാറകളാണ് ഇവിടെ അത്രയും. ഈ പാറയുടെ അടിവാരത്തൂടെ ആണ് ഈ വഴി. ഈ വഴി മനുഷ്യർ കല്ലൊക്കെ പാകി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. കല്ലൊക്കെ ഇവിടെ പാകിയിട്ടുണ്ടല്ലോ, അതിൽ ഇവിടെ നടന്നു പോകാൻ പറ്റത്തില്ല. കല്ല് പാകി ഉണ്ടാക്കി വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കയറ്റം കയറുവാണ്. ഇവിടെ നിന്നുള്ളൊരു പുറത്തോട്ടുള്ള കാഴ്ച കാണിച്ചു തരാം. വീണ്ടും ആ വലിയ മലയാണ് നമ്മൾ കാണുന്നത്. കയറുവാ, കണ്ടോ? സോ നമുക്ക് 1 hour കൂടെ ഉള്ളൂ. അതിന് ആകുമ്പോൾ വെച്ച് നമ്മൾ എത്തിയില്ലെങ്കിൽ മൊണാസ്ട്രിയുടെ ഉള്ളിൽ കയറാൻ പറ്റത്തില്ല. പിന്നെ പുറത്തു നിന്നുള്ള വ്യൂസേ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ തിരക്ക് പിടിച്ച് പോകുന്നത്. അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കി ചെയ്യുന്നുണ്ടോ? മിഡിൽ ഓഫ് നോ വെയറാണ്. ഒരു അഗാധമായ ഗർത്തത്തിൽ ഒരു ഗോജിൻ്റെ സൈഡിൽ ഒരു മൊണാസ്ട്രി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നേപ്പാളിൽ ഞാനിതുവരെ പോയിട്ടില്ല. പക്ഷേ നേപ്പാളിലും ഭൂട്ടാൻ അങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് ഇതുപോലെ മലകളുടെ മുകളിൽ ഇതുപോലെ വരുന്ന സംഭവം. ഇതാണ് സംഭവം. നമ്മളിവിടെ എത്തി കേട്ടോ. ഇതാണ് സംഭവം. കണ്ടോ എന്താ ഭംഗി നോക്കിയ മല ഗോർജ് അതിൻ്റെ സൈഡിലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മനുഷ്യർക്ക് തോന്നുന്ന ഒരു സംഭവം. ഇതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ മുകളിൽ പോകുന്നത്. കാര്യം താഴോട്ടുള്ള ഇവിടെ നിന്നുള്ള വ്യൂ നമുക്ക് പിന്നീട് വേണമെങ്കിലും കാണാം. എത്രയും പെട്ടെന്ന് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറാനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. ഒബ്വിയസ്ലി ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. പൊക്കോ, നടന്നോ, പെട്ടെന്ന് നടന്നോ, അത് അടയ്ക്കും മുമ്പേ. സോ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ വർത്ത് എവറി സെക്കൻഡ് ഓഫ് ഡ്രൈവിങ്. നമ്മൾ അത്രയും ദൂരം 2.5 hours എടുത്തു നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇവിടം വരെ എത്താൻ. പക്ഷേ അത് ഡെഫിനറ്റ്ലി വർത്താണ്. കണ്ടോ, ഇതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഇത് പുറത്ത് നോക്കിയാൽ കാണത്തില്ല കേട്ടോ. ഇവിടെ തന്നെ വന്നാലേ ഇത് കാണാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇത് കാണാൻ പറ്റത്തില്ല. ഇത് അടയ്ക്കുന്ന മുമ്പ് ഇതിൻ്റെ അകത്ത് എത്തണം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. സോ ഇവിടെ ഗ്രീക്ക് ലെറ്റേഴ്സിലാണ് സൈൻ വച്ചിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയാൻ വയ്യ. പക്ഷേ നമ്മൾ സക്സസ്ഫുള്ളി ഇവിടെ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്.
ഓക്കെ, നമ്മൾ ഇന്ന് രാവിലെയാണ് ഇങ്ങോട്ട് വരണമെന്ന് നമ്മൾ തീരുമാനിച്ചത്. ആദ്യം നമ്മൾ വിചാരിച്ചത് ഏൻഷ്യൻറ്റ് കോറിന്തോസ് എന്ന് പറയുന്ന ഒരു സൈറ്റുണ്ട്, അപ്പോൾ അവിടെ പോകണമെന്ന് നമ്മൾ ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു അത് നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ്, ഒരുപാട് ദൂരമൊന്നുമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം, ഇന്ന് വൈകുന്നേരം വേണമെങ്കിലും പോകാം. ഇത് പക്ഷേ നമുക്ക് എപ്പോഴും പോകാൻ പറ്റുന്ന സ്ഥലമല്ല, ഇതുപോലത്തെ സ്ഥലം ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിലില്ല. അതുകൊണ്ട് നമ്മൾ ഡെഫിനറ്റ്ലി ഇത് പോകാമെന്ന് വിചാരിച്ചു. ഈ മലയുടെയൊക്കെ ഏറ്റവും മുകളിൽ നിന്നാണ് നമ്മൾ വന്നത്. ഇതിൻ്റെയൊക്കെ മുകളിൽ, ഇത് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇതെങ്ങനെയാണ് ഇത് ആദ്യം പണിതുണ്ടാക്കിയത്? ആൾക്കാർ മെറ്റീരിയൽസൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ ഒരു വില്ലേജ് കാണാം. അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് നല്ലതായിട്ട് കാണാൻ പറ്റുമായിരിക്കും. കണ്ടോ, അവിടെ ഒരു വില്ലേജ് ഉണ്ട്. So Shreya, you like it? Of course you like it, I know that. And we're pretending that we're in an adventure movie. Are you? Yeah. And there's a tiger not far behind, so we have to walk. Oh, Jump over the net. okay, so ഇതാണ് അതിൻ്റെ എൻട്രൻസിലെത്തി നമ്മൾ. So monastery of Saint John the Baptist, Prodromos, അതാണ് ഈ സ്ഥലം. ഓക്കെ, സോ ഒരു സ്ഥലം പോലും വിടാതെ ഞാൻ കാണിച്ചു തരാം ഈ സ്ഥലത്തിൻ്റെ. ആർക്കെങ്കിലും ഇവിടെ വരാൻ ഒരു ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ സ്ഥലത്ത് വരാൻ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദൈവം ഏതായാലും ആ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സോ ഇതാണ് ഒരു അമേസിങ് ഫീലിംഗ് ആണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. നമുക്ക് എൻ്റെ ഉള്ളിലോട്ട് കയറാം. 5 മണിയാകുമ്പോൾ ഒരു ക്ലോസ് ചെയ്യും. എടി, അകത്ത് കയറാൻ നോക്കും. You're fine. This is not fine. This is fine. Maybe she's not. Yeah, that's a little bit. Just shower എടുത്ത് കെട്ടുന്നു. One of them. സോ ഇവിടെ ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അവർ ആ ഷോൾ എടുത്തു കൊടുക്കടി. അങ്ങനെ ഇട്ടാൽ മതി, ബാക്കിൽ കെട്ടി വെച്ചാൽ മതി. സോ ഇവിടെ ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അപ്പം നമ്മൾ ആ ഡ്രസ് കോഡ് ഫുൾ കവറപ്പായിട്ട് വരണം, അല്ലാതെ ഇവർ അതിൻ്റെ അകത്ത് കയറ്റത്തില്ല എന്നാണ് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് അവരുടെ സൈറ്റിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. കവറപ്പായെന്ന് ഉദ്ദേശിച്ചത് നമ്മളൊരു ജാക്കറ്റൊക്കെ എടുക്കണമെന്നാണ് എന്നുള്ളതാണ്. പക്ഷേ Where are you from? Greece. Oh, from Greece only? Which part of Greece? Yeah, we had a friend, Athens. Athens, all right. Athens, another city called Patra. We staying in Xylocastro. Xylocastro. Oh, that is how it is pronounced, yeah? Yeah, I got it. Thanassis has a good friend from India. Yeah? He was here last year. He was also from the south. Kerala? Is it from Kerala? Chennai? I think it's Chennai. Chennai. But he lives in US. But His last name is Srinivasan. We live in England. Ashok Srinivasan. Srinivasan? Might be from Kerala. From where? I think he speaks. Malayalam? He is Hinduist Okay. and he speaks Tamil. Tamil. But no, he's not from the island. Okay. Not from the island. From India. Got you. But he has some relation. Nice to meet you. Anyway, nice to see you. Nice to see you. Thank you. Okay, അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. Video and photo cameras are prohibited. Maybe not inside. Okay, just a quick photo. Yeah. Do you mind saying that in our YouTube channel, please?
What's that? He explains. Sorry, if you don't want So that. this is a monastery. In monasteries, the people who live here are monks. They are each either a female monastery, so all the monks are females, Yeah. or a male monastery. All the monks are male. I don't remember what this is. I guess it's a male. St. John's. We'll see. St. We'll John's. see. St. John's, yeah. Thank No, you. but this is the saint, the name of the monastery. But the people who live here, the monks. Oh, okay. Is it male One or the female? You other, don't yeah, know. yeah. It could be a Saint John with female, Or male. Or male. but Not only both. one. Not Only both. one. No, Okay. no, Ah, no, got no, you, no, got no. Ah, okay, okay, okay. Thank you. All right, That's thank why you. they come here too. Yeah, To be left alone. okay. ഇതിൻ്റെ അകത്തുനിന്ന് ഫോട്ടോ എടുത്ത് അറിയത്തില്ലല്ലോ, കുഴപ്പമില്ല. വീഡിയോ എടുക്കാം. Video allowed അല്ല, പക്ഷേ നമ്മൾ നമ്മൾ വീഡിയോ അലോഡ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കിത് എല്ലാവർക്കും കാണിച്ചു തരണമെന്നുണ്ട്. സോ നമ്മൾ എക്സ്പ്ലെയിനൊന്നും ചെയ്തിട്ടില്ല, കയ്യിൽ പിടിക്കത്തേ ഉള്ളൂ. അവർ പ്രത്യേക സ്മെല്ലല്ലേ, ഒരു പഴമയുടെ സ്മെല്ല്, ഒരു പഴയ സ്മെല്ലാണ് വരുന്നത് ഇവിടെ നിന്ന്. Thank you. ഇത് ഇവിടുത്തെ ചർച്ചാണ്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള വ്യൂസ് കേട്ടോ. കാണാൻ വൈകിട്ടാണ്, വല്ലാത്തൊരു ഫീലാണ് ഇതിൻ്റെ അകത്ത്. സോ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്. ക്രിസ്ത്യാനികൾക്കെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. നമ്മൾ മല കയറിയാണ് ഇവിടെ എത്തിയത്. ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലോഡ് അല്ലാതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് സംസാരിക്കാത്തത്. Maybe